ഹായ് ഫ്രണ്ട്സ്, തുറക്കാരൻ ജൂനിയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമേ. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂട്ടണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കരിങ്കൊക്കെ കിട്ടിയിട്ടുണ്ടേ. അപ്പം അത് തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് വറുക്കാനായിട്ട് പോവാം. ഇത് കക്ക കണ്ടോ, നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത് തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്ത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാവേ. അണ്ണനും അച്ഛനും ഒക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ കക്ക കുത്താൻ പോകാറുണ്ട്. നമുക്കിവിടെ കിട്ടുന്ന കക്ക മഞ്ഞ കക്കയാണ് കേട്ടോ. മഞ്ഞ കക്കയ്ക്ക് നമ്മൾ സാധാരണ പറയുന്നത് പൂവൻ കക്ക എന്നാണ്. കക്ക കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ കറി വെക്കാനോ വറുക്കാനോ ഒന്നും തന്നെ കിട്ടാറില്ല. കുറച്ച് കപ്പയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ഒന്നിച്ചിട്ട് പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. പുഴുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് കറിക്കൊന്നും കിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കരിങ്കക്ക വിലയ്ക്ക് വാങ്ങിച്ചത്. അപ്പോൾ എങ്കിൽ പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ കക്കയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണവേ. മൂത്തൊരു മണമൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികളും ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് നമ്മൾ വേറൊന്നുമില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ. തേങ്ങയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല മണം വരുമ്പേ. അപ്പോൾ ഇതിനിടെ അമ്മയ്ക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്തു. മല്ലിയിലയും കറിവേപ്പില. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടത് കൊണ്ട് തേങ്ങയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. തേങ്ങ മൂത്തതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഇറക്കാനായിട്ട് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കക്ക വറുത്തത്. നമുക്ക് കക്ക വറുത്തതുമായിട്ട് കഴിക്കാനായിട്ട് കപ്പയാണ് കേട്ടോ ഉള്ളതും. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാവേ. എന്നെ എടുക്കും. സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ തേങ്ങ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയുടെ അകത്ത് തേങ്ങയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചാണ് നമ്മളിത് വറുത്തേക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും ഈ മസാലകൾ മാത്രം കക്കയുടെ അകത്ത് വരട്ടിയാണ് ഇത് എണ്ണയിലിട്ട് വറുക്കുന്നത്. നമ്മളിത് തേങ്ങയും ഉള്ളിയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.